അടുത്തതാണ് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലാമ്പ് യൂസിങ് LDR ആൻഡ് ട്രയാക്ക്. നമ്മളിപ്പോൾ ഈ 230 വോൾട്ടേജിൻ്റെ ഒരു ബൾബാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 230 വോൾട്ടേജിൻ്റെ ബൾബ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു LDR വയ്ക്കുന്നുണ്ട്. ഈ LDR വെച്ചിട്ട് ബ്രൈറ്റ്നെസ് അനുസരിച്ച് നമ്മുടെ വെളിച്ചം കൂടുതലുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആവും, വെളിച്ചം രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. അങ്ങനെയുള്ളൊരു സർക്യൂട്ടാണ് ഇതിലിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോണത് ഇവിടെ നിന്ന് ഫേസ് എടുത്തിട്ട് 230 വോൾട്ടേജിൻ്റെ ബൾബിലേക്ക്. അപ്പോൾ നമ്മൾ ബൾബിൻ്റെ ഒരു കാലം എടുത്തിട്ട് ഫേസിലേക്ക് കൊടുക്കും. ഫേസ് നമ്മുടെ പ്ലഗാണ്, പ്ലഗിലേക്ക് ഒടുക്കി കൊടുത്തു, ഫേസിലേക്ക് കൊടുത്തു. ഇനി ഫേസ് കയറി ഈ രണ്ടാമത്തെ എൻ്റെ കൂടെ വരും. ആ രണ്ടാമത്തെ എൻ്റെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 1 മെഗാ ഓമിൻ്റെ സ്ഥലത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ ഇവിടെയാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് 1 മെഗാ ഓം കുത്താൻ പോണത്. ഇനി അവിടേക്കൊരു 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യാൻ പോകും. 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് താഴേക്ക് 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഇനി അതിൽ നിന്ന് കൊണ്ടതൊരു 1 മെഗാ ഓമിൻ്റെ പോർട്ടാണ്. അപ്പോൾ നമ്മളൊരു 1 മെഗാ ഓമിൻ്റെ പോർട്ട് എടുത്തിട്ട് 1 മെഗാ ഓമിൻ്റെ പോർട്ട് ഒരു വേരിയബിളും ഒരു ഫിക്സഡും തമ്മിൽ, ഇതൊരു വേരിയബിളും അതൊരു ഫിക്സഡും ഇതൊരു വേരിയബിളും കണക്ഷൻ കൊടുത്തു. ഇനി ആ കണക്ഷൻ പോണത് ഒരു കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ 0.01 കപ്പാസിറ്റർ. ഈ ചെറിയൊരു കപ്പാസിറ്ററാണ്. 0.01 കപ്പാസിറ്റർ എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് ന്യൂട്രലിലേക്കാണ് കൊടുക്കുന്നത്. അതെടുത്തിട്ട് ന്യൂട്രലിലേക്ക് കൊടുത്തു. ന്യൂട്രൽ നമ്മൾ എടുത്ത് കൊണ്ടുവരണം. ന്യൂട്രൽ കൊണ്ടുവരാനായിട്ട് ന്യൂട്രൽ ഇതിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ന്യൂട്രൽ എടുത്തിട്ട് ഈ ലൈൻ കുത്തി ന്യൂട്രൽ ഇവിടെ കണക്ഷൻ കൊടുത്തു. അതെ, 230 വോൾട്ടേജിൻ്റെ അതിലേക്ക് ന്യൂട്രലും കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഈ ലൈനിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി വേണ്ടത് ട്രയാക്കാണ്. ട്രയാക്കിൻ്റെ ഇവിടെയാണ് ട്രയാക്ക് ഇരിക്കുന്നത്. ട്രയാക്കിൻ്റെ MT2 MT1 പിന്നെ ഗേറ്റ്. അതിൻ്റെ MT2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കാലാണ്. അപ്പോൾ രണ്ടാമത്തെ കാലിലാണ് ആദ്യം അതിൻ്റെ ഈ ആനോഡ് പോകേണ്ടത്. അല്ല, ആനോഡല്ല, പവർ സപ്ലൈയുടെ 230 വോൾട്ടേജ് ആണ് ഈ രണ്ടാമത്തെ കാലിലേക്കാണ് കണക്ഷൻ വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് രണ്ടാമത്തെ കാലിലേക്ക് പവർ സപ്ലൈ ഫേസ് എടുത്തിട്ട് രണ്ടാമത്തെ കാലിലേക്ക് കണക്ഷൻ കൊടുക്കും. ഫേസ് എടുത്തിട്ട് രണ്ടാമത്തെ കാലിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇനി വേണ്ടത് MT1 എടുത്തിട്ട് ന്യൂട്രലിലേക്ക് കൊടുക്കണം. MT1 എടുത്ത് ന്യൂട്രലിലേക്ക്, MT1 എടുത്തിട്ട് ന്യൂട്രൽ വന്ന സ്ഥലത്തേക്ക് കൊടുക്കണം. ഇനി ഡയാക്ക് എടുത്തിട്ട് ഗേറ്റിലേക്ക്, ഇതാണ് ഗേറ്റ്, മൂന്നാമത്തെ കാലാണ് ഗേറ്റ്. ഗേറ്റിൽ നിന്ന് എടുത്തിട്ട് ഡയാക്ക് എടുത്തിട്ട് പോണത് കപ്പാസിറ്ററിൻ്റെ മുകളിലേക്ക്. കപ്പാസിറ്ററിൻ്റെ അതിലേക്ക് കണക്ഷൻ കൊടുത്തു. ഡയാക്ക് എടുത്തിട്ട് ഈ കണക്ഷൻ അങ്ങോട്ട് കൊടുത്തു. ഇനി ഒരു LDR ഉണ്ട്. LDR എടുത്തിട്ട് അതേ സ്ഥലത്ത് നിന്ന്, കപ്പാസിറ്റർ വന്ന സ്ഥലത്ത് നിന്ന്. ഈ LDRൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 100 കിലോ ഓം ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ LDR വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ ലൈറ്റ് ഓണും ഓഫ് ആവില്ല. അങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിന് സീരിയസ് ആയിട്ട് ഒരു പോർട്ടും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യമുള്ള പോർട്ടാണെങ്കിൽ ഈ പോർട്ട് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ന്യൂട്രലിലേക്ക് കണക്ഷൻ കൊടുത്ത് ഒരെണ്ണം, പിന്നെ ഒരെണ്ണം കപ്പാസിറ്ററിൻ്റെ മുകളിലേക്ക് ഇവിടുന്ന് കൊടുത്തു. ഒരെണ്ണം ന്യൂട്രലിലേക്കും കൊടുത്തു, പിന്നെ ഒരെണ്ണം കപ്പാസിറ്ററിൻ്റെ മുകളിലേക്കും ഡയാക്ടർമാരിൻ്റെ അടുത്തേക്ക് കണക്ഷൻ കൊടുത്തു. ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിനെ ഓണാക്കിയിട്ട് ലൈറ്റിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ അത് ഓണാക്കിയിട്ട് പൊട്ടിത്തിരിച്ച് നോക്കണം. പൊട്ടിത്തിരിച്ച് നോക്കുന്ന സമയത്ത് വരുന്നില്ല. ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയില്ല. സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓക്കെ. ഇപ്പോൾ പൊട്ടിത്തിരിക്കുമ്പോൾ ഇതിലേതോ ലൂസ് എന്തുകൊണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് വരുന്ന സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓണായിട്ടിരിക്കുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ള് ബ്രൈറ്റ്നെസ്
ഇപ്പം ഓഫ്. നമ്മളിതിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഇരുട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓണാവും. വേണ്ട, ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഓൺ ആക്കണം. അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ ലൈറ്റ് തന്നെ കത്തിക്കോളും. ഇതാണ് ഈ സർക്യൂട്ട്.